ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തെരുവ് നായകളെ സംബന്ധിച്ച ഒരു വാർത്തകളും കേൾക്കാനില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയണമെങ്കിൽ തെരുവിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കിയാൽ മതി. തെരുവിൽ നിറഞ്ഞു നിൽക്കുന്ന നായ്ക്കളെ കാണാം. കൂടുതൽ വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ കൂടുതൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയണമെങ്കിൽ നേരെ ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിലോട്ട് ചെന്നാലും മതി. അവിടെ ചെന്നിട്ട് പട്ടി കടിച്ചതിൻ്റെ പേരിൽ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് വന്നിട്ടുള്ള ആൾക്കാരുടെ എണ്ണം എടുത്തു നോക്കിയാലും മതി. തെരുവ് നായകളുടെ ശല്യം കുറഞ്ഞോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും നാട്ടുകാരും ഈ മാധ്യമങ്ങളും ഒക്കെ മറന്നു കളഞ്ഞുവെങ്കിലും നമുക്ക് ഈ വിഷയം മറന്നു കളയാൻ ഉള്ളതല്ല. ഇന്നത്തെ വീഡിയോ നമുക്ക് തെരുവ് നായകൾക്ക് സമർപ്പിച്ചുകൊണ്ട് തുടങ്ങാം. തെരുവ് നായ കടിച്ചതും നായകൾ കൂട്ടത്തോടെ ആക്രമിച്ചതൊന്നും ഒരു പുതുമയുള്ള കാര്യമല്ല. കേരളത്തിൽ ഇപ്പോൾ വന്ന് ഇത്തരം വാർത്തകൾക്ക് ഒരു പ്രാധാന്യവുമില്ലാത്ത അവസ്ഥയിലേക്കും കാര്യങ്ങൾ ചെന്നെത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഈ നായകളുടെ ആക്രമണങ്ങളും ഈ നായ ശല്യവുമൊക്കെ കണ്ടറിഞ്ഞ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഇറങ്ങിയപ്പോൾ ഇത് കേരളത്തിൽ മാത്രമുള്ളൊരു സംഭവമാണോ, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ അവസ്ഥ വ്യത്യസ്തമാണോ, അവരൊക്കെ സേഫ് ആണോ എന്നറിയാനായിട്ട് മൊത്തത്തിലാണ് ഒരു അന്വേഷണം നടത്തിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അന്വേഷണം നടത്തണ്ടായിരുന്നു എന്നാണ് ആദ്യത്തെ വാർത്ത കണ്ടപ്പോൾ തന്നെ തോന്നിയത്. വാർത്ത മറ്റൊന്നുമല്ല, മഹാരാഷ്ട്രയിലെ കറ്റോൾ എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സംഭവിച്ചൊരു കാര്യമാണ്. 5 വയസ്സുള്ള വിരാജ് എന്ന് പറയുന്ന ഒരു ആൺകുട്ടി അവൻ്റെ 2-3 വയസ്സ് മാത്രം മുതിർന്ന ഒരു സഹോദരിയോടൊപ്പം രാവിലെ പുറത്ത് നടക്കാനായിട്ട് ഇറങ്ങുന്നു. അവരുടെ വീടിൻ്റെ കുറച്ച് അകലെ വെച്ച് ഒരു കൂട്ടം നായകൾ ചേർന്നിട്ട് ഈ 2 കുട്ടികളെയും ആക്രമിക്കുന്നു. മൂത്ത ചേച്ചി വിരാജിനെ രക്ഷിക്കുന്നതിന് വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ചുവെങ്കിലും 6-7 നായകൾ ചേർന്നിട്ട് ഈ 5 വയസ്സുള്ള ആൺകുട്ടിയെ കടിച്ചു കുടഞ്ഞു കൊന്നുകളയുകയാണ് ചെയ്തത്. ഈ വാർത്ത വായിച്ചതോടുകൂടി കൂടുതൽ പിന്നെ അങ്ങോട്ടൊന്നും വായിക്കുവാനോ അതിൻ്റെ വീഡിയോകൾ കാണുവാനോ ഒന്നും മനസ്സനുവദിച്ചില്ല. പിന്നെയും ഇങ്ങനെ ഗൂഗിൾ സെർച്ച് കൊടുത്ത സ്ഥലത്ത് നിരനിരയായിട്ട് വാർത്തകൾ കിടപ്പുണ്ട്. UP-യിൽ, മഹാരാഷ്ട്രയിൽ, ഡൽഹിയിൽ, രാജസ്ഥാനിൽ പല സ്ഥലങ്ങളിലായിട്ട് കഴിഞ്ഞ 1-2 മാസത്തിനിടയിൽ തെരുവ് നായകളുടെ ആക്രമണത്തിൽ മരണമടഞ്ഞ കുട്ടികളുടെ എണ്ണമാണ് ഇത് മുഴുവൻ. വാർത്തകളാണ് ആ താഴെ ഇങ്ങനെ നിരനിരയായിട്ട് കിടക്കുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ പോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂരിഭാഗം സ്ഥലങ്ങളിലും തെരുവ് നായകളുടെ ആക്രമണം വളരെ രൂക്ഷമാണെന്നുള്ള കാര്യം ഈ ഒരൊറ്റ സെർച്ചിൽ തന്നെ എനിക്ക് മനസ്സിലായി. കൂടുതൽ അറിയാനായിട്ട് ഈ ആക്രമണങ്ങളെ മാറ്റി നിർത്തി ഇതിൻ്റെ കാരണവും മറ്റുമൊക്കെ ചികഞ്ഞ് കൂടുതൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലെ തെരുവുകളിൽ 30 കോടി തെരുവ് നായ്ക്കൾ ഉണ്ട് എന്നുള്ളതാണ്. 30 കോടി തെരുവ് നായ്ക്കൾ ഇന്ത്യയുടെ തെരുവുകൾ ഭരിക്കുകയാണത്രേ. മാത്രമല്ല ഓരോ വർഷവും 20,000 ഇന്ത്യക്കാർ പേവിഷബാധയേറ്റ് മരിക്കുന്നുണ്ട് എന്നും ഔദ്യോഗിക കണക്കുകളുണ്ട്. നമ്മുടെ രാജ്യത്ത് തെരുവ് നായകൾ ഇത്രയും രൂക്ഷമായ പ്രശ്നമായിട്ടും നമ്മുടെ ദേശീയ മാധ്യമങ്ങളോ സംസ്ഥാന മാധ്യമങ്ങളോ ഒന്നും തന്നെ ഇതൊരു വലിയ ദേശീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്ന് ഇതിനൊരു പരിഹാരം കാണുവാൻ ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് മനസ്സിലാകാത്തത്. നമ്മുടെ നാട്ടിലേക്ക് 5-6 ചീറ്റപ്പുലികളെ പുറം രാജ്യത്തു നിന്ന് കൊണ്ടുവന്നതും അതിനെ നമ്മുടെ പ്രധാനമന്ത്രി കാട്ടിലേക്ക് തുറന്ന് വിട്ടതുമൊക്കെ ദിവസങ്ങളോളം അവളെ തമ്പടിച്ച് കിടഞ്ഞ വാർത്തയാക്കി ഷൂട്ട് ചെയ്ത് നമ്മളെയൊക്കെ ലൈവായിട്ട് കാണിച്ച മാധ്യമങ്ങൾക്കൊന്നും നമ്മുടെ രാജ്യത്തെ കുഞ്ഞുങ്ങളുടെ ജീവന് ഒരു വിലയും കാണാൻ കഴിയുന്നില്ലേ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമ്മുടെ രാജ്യത്ത് പശുവിനെയോ ആടിനെയോ കോഴിയോ താറാവിനെയോ തെരുവിൽ കിടക്കുന്ന പട്ടിയെ വരെ തൊട്ട് കഴിഞ്ഞാൽ ചോദിക്കാനായിട്ട് ധാരാളം ആളുകളും സംഘടനകളും രാഷ്ട്രീയക്കാരും വരെയുണ്ട്. എന്നാൽ തെരുവിൽ കിടക്കുന്ന നായകൾ ആക്രമിച്ച് നമ്മുടെ രാജ്യത്തെ കുഞ്ഞുങ്ങളെ കൊല്ലുമ്പോൾ അതൊന്ന് ചോദിക്കാൻ പോലും അതൊന്ന് റിപ്പോർട്ട് ചെയ്യാൻ പോലും ഒരു മനുഷ്യരുമില്ല എന്നുള്ളത് വളരെ ദയനീയമായിട്ടുള്ള ഒരു വസ്തുതയാണ്. 2021 ജനുവരിയിൽ നാഷണൽ അക്കാഡമി ഓഫ് സയൻസ് ഒരു പഠനം പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൽ പറയുന്നത് മനുഷ്യരും മൃഗങ്ങളും പ്രത്യേകിച്ച് വളർത്തു നായ്ക്കളുമായിട്ടുള്ള ബന്ധം തുടങ്ങിയിട്ട് 23,000 വർഷങ്ങൾ കഴിഞ്ഞു എന്നാണ്. 23,000 വർഷങ്ങൾ പുറകിലേക്ക് പോവുകയാണെങ്കിൽ അത് ഐസ് ഏജ് കാലഘട്ടമാണ് എന്നാണ് ആ ജേണലിൽ പറഞ്ഞിരിക്കുന്നത്. ആ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് മനുഷ്യർ ഈ നായകളെ ഇണക്കി വളർത്തുവാൻ തുടങ്ങിയതത്രേ.
അന്ന് ആദ്യമായിട്ട് മനുഷ്യൻ ഇണക്കി വളർത്തിയ നായ എന്ന് പറയുന്നത് ഇന്ന് നമുക്കൊക്കെ അറിയാം, നമ്മുടെ പല സിനിമാ താരങ്ങളുടെയും നമ്മുടെ നാട്ടിലെ നല്ല കാശുള്ളവരുടെയൊക്കെ ഒരുപാട് പേരുടെ പ്രിയപ്പെട്ട നായയാണ് സൈബീരിയൻ ഹസ്കി എന്ന് പറയും. ഈ നായകളെയാണ് ആദ്യമായിട്ട് മനുഷ്യൻ ഇങ്ങനെ ഇണക്കി വളർത്താൻ തുടങ്ങിയതത്രേ. ഈ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇവയെ ഗ്രേ ചെന്നായകളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ സൈബീരിയൻ ഹസ്കി എന്ന ഓമന പേരൊക്കെ വന്ന് അല്ലെങ്കിൽ ആ നായ വിഭാഗമായി മാറുന്നതിന് മുമ്പ് ഇവരെ ഗ്രേ നിറത്തിലെ ചെന്നായകളായിരുന്നു ഈ നായകൾ. ഈ നായകളെ മനുഷ്യൻ ഇണക്കി വളർത്താൻ തുടങ്ങിയതിൻ്റെ കാരണമായിട്ട് പല രീതിയിലാണ് ആർട്ടിക്കിളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഒരു വഴിതെറ്റിയ ചെന്നായ ഈ മനുഷ്യർ താമസിക്കുന്ന ഇടത്തേക്ക് വരികയും ഇവരെ ചുറ്റിപ്പറ്റി നിൽക്കുകയും ഇതിൽ അലിവുള്ള ഏതോ ഒരു മനുഷ്യൻ ഈ നായയ്ക്ക് കഴിക്കാനായിട്ട് ഭക്ഷണം ഇട്ടുകൊടുക്കുകയും സൗജന്യമായി ഭക്ഷണം കിട്ടിയ നായ ഇവരോടൊപ്പം തന്നെ കൂടുകയും ഇവർക്ക് ഇണങ്ങി ഇവരുടെ രീതികൾക്കനുസരിച്ച് ഈ മനുഷ്യരോടൊപ്പം ജീവിക്കുകയും ചെയ്തു എന്നാണ് ഒരു വിശദീകരണം അതിലുള്ളത്. പിന്നെ ശാസ്ത്രീയമായിട്ടുള്ള മറ്റ് ചില വിശദീകരണങ്ങൾ കൂടി അതിനകത്ത് തന്നെയുണ്ട്. ഒരു ശാസ്ത്രീയമായിട്ടുള്ള വിശകലനം എന്ന് പറയുന്നത് ആഹാരത്തിന് വേണ്ടി ചെന്നായകൾ മനുഷ്യനെ ആക്രമിക്കാനായിട്ട് എത്തുകയും മനുഷ്യനും ചെന്നായകളും പരസ്പരം ഏറ്റുമുട്ടുകയും ഒടുവിൽ കുറേ ചെന്നായകൾ ഓടിപ്പോവുകയും കുറച്ച് ചെന്നായകൾ മനുഷ്യരോടൊപ്പം അവിടെ തന്നെ നിൽക്കുകയും കുറച്ച് കഴിഞ്ഞ് ഇവര് മനുഷ്യനുമായിട്ട് ഇണങ്ങുകയും മനുഷ്യനോടൊപ്പം ജീവിക്കാൻ തുടങ്ങുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. അന്ന് മനുഷ്യൻ ജീവിച്ചിരുന്നത് വേട്ടയാടിയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. മനുഷ്യൻ മൃഗങ്ങളെ വേട്ടയാടുന്നതിന് വേണ്ടി ഈ ചെന്നായ്ക്കളെ ഉപയോഗിക്കാൻ തുടങ്ങുകയും ഈ ചെന്നായ്ക്കൾ ഈ കാര്യത്തിന് മനുഷ്യനെ സഹായിക്കാൻ തുടങ്ങുകയും ചെയ്തതോടുകൂടി ഈ ചെന്നായ്ക്കളൊക്കെ മനുഷ്യന് ഇണങ്ങിയ നായകളായിട്ട് മാറി എന്നാണ് ആ പഠനത്തിൽ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ നായകളെയൊക്കെ മനുഷ്യൻ ഓരോരോ ആവശ്യങ്ങൾക്കനുസരിച്ച് അവരുടെ പ്രത്യേകിച്ചുള്ള കഴിവുകൾക്കനുസരിച്ച് തീറ്റിപ്പോറ്റി ഇനം തിരിച്ച് വളർത്തുവാനും തുടങ്ങി. വേട്ടയാടാൻ കഴിവുള്ള നായകളെ പ്രത്യേക വിഭാഗമായിട്ടും ആടുകളെയും മറ്റു വളർത്തുമൃഗങ്ങളെയും ഒക്കെ സംരക്ഷിക്കാനായിട്ടുള്ള കഴിവുള്ള നായകളെ മറ്റൊരു വിഭാഗമായിട്ടും മനുഷ്യരുടെ വീടുകളെയും അവരുടെ സ്വത്തുവകകളെയും ഒക്കെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ കാവൽ നിൽക്കാൻ കഴിവുള്ള നായകളൊക്കെ വേറെ ഒരു വിഭാഗവുമാക്കി തിരിച്ച് തരം തിരിച്ച് നായകളെ മനുഷ്യൻ വളർത്താൻ തുടങ്ങിയതും ആ കാലഘട്ടത്തിലാണ്. ഇതൊക്കെ കഴിഞ്ഞ് കുറേ കാലം കൂടെ കഴിഞ്ഞിട്ടാണ് പൂച്ചകൾ മനുഷ്യരുടെ വളർത്തുമൃഗങ്ങളായിട്ട് മാറിയത്. അതിന് ഏകദേശം 8000 വർഷം മാത്രമേ പഴക്കമുള്ളൂ എന്നാണ് പറയുന്നത്. അന്ന് മനുഷ്യൻ കൃഷി ചെയ്ത് ജീവിച്ചു തുടങ്ങിയ സമയമായിരുന്നു അത്രേ. കൃഷി ചെയ്യുമ്പോൾ മനുഷ്യന് സഹായിയായിട്ടാണ് പൂച്ച അവിടേക്ക് കടന്നു വന്നത്. കാര്യം ഈ കൃഷി സ്ഥലങ്ങളിൽ കാർഷിക വിളകൾ നശിപ്പിക്കുന്ന എലികളെ കൊന്നൊടുക്കുന്നതിനായിട്ടാണ് പൂച്ചകൾ എത്തിയത്. അങ്ങനെയാണ് മനുഷ്യനെ സഹായിയായി പൂച്ച ഒപ്പം കൂടിയതും മനുഷ്യൻ്റെ പ്രിയപ്പെട്ട വളർത്തു മൃഗങ്ങളിൽ ഒന്നായിട്ട് പൂച്ചകൾ മാറിയതും. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യന് വളർത്തു നായ്ക്കളും വളർത്തു പൂച്ചകളുമൊക്കെ ഉണ്ടായത് എങ്കിലും ശരിക്കും ഈ തെരുവുകളിലേക്ക് ഈ നായകൾ എങ്ങനെയാണ് എത്തിച്ചേർന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. പലതരം ഇനങ്ങളിൽപ്പെട്ട പല ഗുണങ്ങളിലുള്ള നായകളാണ് നമ്മുടെ തെരുവുകളിൽ ഇന്ന് കാണാൻ കഴിയുന്നത്. പല രീതിയിലാണ് ഇവ തെരുവുകളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. കൃത്യമായി പറഞ്ഞാൽ ഒരു 3 സാഹചര്യങ്ങളിലാണ് തെരുവ് നായകളെ തെരുവുകളിൽ കാണാൻ കഴിയുന്നത്. ഒന്നാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് തെരുവിൽ തന്നെ ജനിച്ച് തെരുവിൽ തന്നെ വളരുന്ന വിഭാഗത്തിൽപ്പെട്ട തെരുവ് നായകൾ. ഇവർ മനുഷ്യർക്ക് പ്രത്യേകിച്ച് ശല്യമൊന്നും ചെയ്യാത്ത കൂട്ടത്തിൽപ്പെടുന്ന നായകളാണ്. ഇവരുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആ ഭാഗങ്ങളിലേക്കുള്ള മനുഷ്യർ ഇവർക്ക് ഇട്ടുകൊടുക്കുന്ന ഭക്ഷണം കഴിച്ചാണ് ഇവർ ആ തെരുവുകളിൽ ജീവിക്കുന്നത്. ഇവർ മനുഷ്യനെ ആക്രമിക്കുകയോ ഭക്ഷണത്തിനായിട്ട് മനുഷ്യൻ്റെ വീടുകളിലേക്ക് കയറുകയോ ഒന്നും ചെയ്യാറില്ല. ആ പരിസരങ്ങളിൽ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുവാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം ഈ നായകൾക്കുണ്ടായിരിക്കും. രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ട തെരുവ് നായകൾ എന്ന് പറയുന്നത് ഇവർ മനുഷ്യരെ ആശ്രയിക്കാതെ ജീവിക്കുന്ന തെരുവ് നായകളാണ്. ഇവർ ഭക്ഷണത്തിനായിട്ട് മാലിന്യ കൂമ്പാരങ്ങളെയും ആ ഭക്ഷണ അവശിഷ്ടങ്ങൾ മനുഷ്യൻ ഉപേക്ഷിക്കുന്ന സ്ഥലങ്ങളെയുമൊക്കെയാണ് ഇവർ ആശ്രയിക്കുന്നത്. ഇവിടെ പോയിട്ട് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക, അവിടെ ഒക്കെ തന്നെ കഴിഞ്ഞുകൂടുക, ഒത്തുകിട്ടിയാൽ മനുഷ്യരെ ഒന്ന് വിരട്ടാനോ ആക്രമിക്കാനോ അവസരം കിട്ടിയാൽ അതൊക്കെ ചെയ്യുക. ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് മനുഷ്യൻ ഓമനിച്ച് വളർത്തിയിട്ട് ഒരു പ്രായം കഴിയുമ്പോൾ തെരുവിലേക്ക് ഉപേക്ഷിക്കുന്ന നായകളാണ്. ഈ വിഭാഗത്തിൽപ്പെട്ട നായകൾക്ക് തെരുവിൽ തന്നെ വളരുന്ന തെരുവിലെ സൗകര്യങ്ങളിൽ ജീവിക്കുന്ന നായകളുമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരിക്കും.
തെരുവിൽ സ്വന്തമായി മാലിന്യ കൂമ്പാരങ്ങളിൽ നിന്നും ഭക്ഷണ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നുമൊക്കെ ഭക്ഷണം തിരഞ്ഞ് കഴിക്കുന്ന നായകൾക്കുള്ളതുപോലെയുള്ള അറിവൊന്നും ഈ നായകൾക്കുണ്ടായിരിക്കില്ല. അത്തരത്തിലുള്ള നായകളൊക്കെ സ്വതന്ത്രമായിട്ട് റോഡ് ക്രോസ് ചെയ്യുന്നതിന് പോലും അറിയാവുന്ന അത്രയും ബുദ്ധിയുള്ള നായകളായിരിക്കും. എന്നാൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി വിടുന്ന അല്ലെങ്കിൽ തെരുവിൽ ഉപേക്ഷിക്കുന്ന നായകൾക്ക് സ്വന്തമായിട്ട് ഭക്ഷണം തിരഞ്ഞുപോയി കണ്ടുപിടിക്കാനുള്ള ശേഷി ഉണ്ടാകില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആദ്യമായി റോഡിലേക്ക് എത്തുന്ന നായകൾക്ക് റോഡിൽ എങ്ങനെ സഞ്ചരിക്കണമെന്നോ വാഹനങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണോ എന്നോ ഒന്നും അറിയാതെ ഇവർ വാഹനങ്ങളുടെ മുന്നിൽപ്പെട്ട് അപകടത്തിൽപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. 2021 സ്റ്റേറ്റ് ഓഫ് പെറ്റ് ഹോംലെസ്നെസ് ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ വളർത്തു നായ്ക്കളെ തെരുവിലേക്ക് ഉപേക്ഷിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇത്തരത്തിൽ തെരുവിലേക്ക് ഉപേക്ഷിക്കപ്പെടുന്ന നായകളുടെ എണ്ണം ലോകത്തിലെ മൊത്തം കണക്കിൽ 50% വരും എന്നാണ് പറയുന്നത്. ലോകത്തിലെ ബാക്കി എല്ലാ രാജ്യങ്ങളുടെയും കൂടെ ശരാശരി ഒരു കണക്കെടുത്ത് നോക്കിയാൽ 28% മാത്രമാണ് ഇത്തരത്തിൽ വളർത്തു നായകളെ തെരുവുകളിലേക്ക് ഉപേക്ഷിക്കപ്പെടുന്നത്. ഇതിനെ ഒരു ചെറിയ രീതിയിൽ ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ നായകളെ വളർത്തുന്ന ആൾക്കാരിൽ 50% പേരും ഒരു നായയെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും തെരുവിൽ ഉപേക്ഷിച്ചിട്ടുള്ളവരാണ് എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ 3 തരത്തിലാണ് തെരുവുകളിലേക്ക് നായകൾ എത്തിച്ചേരുന്നത് അല്ലെങ്കിൽ തെരുവുകളിൽ ഈ നായകൾ നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. ഇതുപോലെ തന്നെ ഈ തെരുവുകളിൽ ഈ നായകൾ നിലനിൽക്കുന്നതിനും അടിസ്ഥാനപരമായിട്ട് മറ്റ് ചില കാരണങ്ങൾ കൂടിയുണ്ട്. നമ്മളൊരു പ്രത്യേക പ്രദേശം എടുത്തു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് ചിലപ്പോൾ നായകൾക്ക് വംശവർദ്ധനം ഉണ്ടാകാതെ ഒരു നിശ്ചിത അളവിലുള്ള നായകൾ മാത്രമായിട്ട് സ്ഥിരമായി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ചില ഇടങ്ങളിലെങ്കിലും ഒക്കെ നമ്മൾ കാണാറുണ്ട്. അവിടുത്തെ ഒരു പ്രധാന പ്രതിസന്ധിയോ പ്രധാനപ്പെട്ട ഒരു നല്ല കാര്യമോ എന്ന് പറയുന്നത്, അവിടെ നിലവിലുള്ള തെരുവ് നായകൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം മാത്രം അവിടെ ലഭിക്കുകയും കൂടുതലായി ഒരു നായ വന്നാൽ പോലും അതിന് ഭക്ഷണമോ അല്ലെങ്കിൽ അവിടെ കഴിഞ്ഞുകൂടാനുള്ള സാഹചര്യമോ ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ 2 പ്രതിസന്ധികൾ പ്രധാനമായിട്ട് സംഭവിക്കാറുണ്ട്. ഇത്തരത്തിൽ അധിക ഭക്ഷണമില്ലാത്ത അല്ലെങ്കിൽ കൂടുതൽ സ്ഥലമില്ലാത്ത സ്ഥലങ്ങളിൽ ഈ നായകളിൽ ഏതെങ്കിലും പ്രസവിക്കുകയോ കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളൊക്കെ തന്നെ ഭക്ഷണം കിട്ടാതെയോ അസുഖം വന്നോ ഒക്കെ മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ നായ്ക്കൾ ഈ പ്രദേശത്ത് കടന്നു വരികയാണെങ്കിൽ ഈ പ്രദേശത്തുള്ള നായ്ക്കളുമായിട്ട് ഏറ്റുമുട്ടലുകൾ ഉണ്ടാകാനും ഏതെങ്കിലുമൊക്കെ നായകൾ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാനും ഒക്കെയുള്ള സാധ്യതയുമുണ്ട്. ഈ തെരുവ് നായകൾ കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്, ഈ തെരുവ് നായകളിലൂടെ പേവിഷബാധ പടരുകയും ജനങ്ങൾക്കത് അപകടകരമായ സ്ഥിതിവിശേഷം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മളെല്ലാം പിടിച്ചു കുലുക്കിയ ഒരു വലിയ മഹാമാരിയുടെ കാലഘട്ടമാണ് ഇപ്പോൾ കഴിഞ്ഞതും. ഏറെക്കുറെ നമ്മൾ അതിനകത്തൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. കോവിഡ്-19 ഈ കോവിഡ്-19 ലോകമാകമാനം പടർന്നു പിടിച്ചുവെങ്കിലും ഒരുപാട് പേരൊക്കെ മരിക്കുകയും ഒക്കെ ചെയ്തുവെങ്കിലും ഇതിൻ്റെ പരമാവധി ഒരു മരണശേഷി അല്ലെങ്കിൽ കൊല്ലുവാനുള്ള ശേഷി എന്ന് പറയുന്നത് 1% മാത്രമായിരുന്നു എന്നുള്ളതാണ് വസ്തുത. എന്നാൽ റാബീസ് എന്ന് പറയുന്ന പേവിഷബാധ ഏറ്റുകഴിഞ്ഞാൽ മരണം 100% ആണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ അപകടകരമായിട്ടുള്ള കാര്യം. അപ്പോൾ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കാത്ത തെരുവ് നായകൾക്ക് ഈ രോഗം പടരുവാനും അത് മനുഷ്യനിലേക്ക് പടരുവാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെ റിസ്കി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ പേവിഷബാധയും തെരുവ് നായകളും എന്ന് പറയുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ പേവിഷബാധ ഉണ്ടാകുന്ന രാജ്യം കോങ്കോ ആണെന്നാണ് പറയുന്നത്. എന്നാൽ ലോകത്ത് 2ാം സ്ഥാനത്ത് പേവിഷബാധ ഉണ്ടാകുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. ആ ഇന്ത്യയിലെ സർക്കാരുകൾ എന്തൊക്കെ നടപടികളാണ് കൈക്കൊണ്ടിട്ടുള്ളത് എന്ന് നമ്മൾ പരിശോധിച്ചാൽ പഴയ കുറച്ച് കാര്യങ്ങളിലൂടെയൊക്കെ നമ്മളൊന്ന് അന്വേഷിക്കേണ്ടി വരും. 1989 അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയെ പ്രത്യേക വിഭാഗമാക്കി ഒരു ഭരണ സംവിധാനത്തിലേക്ക് മാറ്റിയത്. ഇതിന് കാരണമെന്ന് പറയുന്നത് അന്നത്തെ എൻവയോൺമെന്റൽ മന്ത്രിയായിരുന്ന ശ്രീമതി മേനകാ ഗാന്ധിയാണ്. ഈ AWBI സ്വന്തം കയ്യിൽ കിട്ടിയതോടുകൂടി മൃഗസ്നേഹിയായ, പ്രത്യേകിച്ച് തെരുവ് നായകളെ അമിതമായി സ്നേഹിക്കുന്ന മേനകാ ഗാന്ധി ഇതിൽ കൂടുതൽ പരിഷ്കാരങ്ങൾ ഉണ്ടാക്കുകയും ഇതിലേക്ക് കൂടുതൽ വ്യവസ്ഥകളൊക്കെ എഴുതി ചേർക്കുകയൊക്കെ ചെയ്തു. അന്ന് വരെ ഈ AWBIക്കകത്ത് ഉൾപ്പെട്ടിരുന്നത് നമ്മുടെ ഗാർഹിക ആവശ്യങ്ങൾക്ക് വേണ്ടി വളർത്തുന്ന മൃഗങ്ങളെയൊക്കെ ആയിരുന്നു. ആ മൃഗങ്ങളെയൊക്കെ അനാവശ്യമായി ഉപദ്രവിക്കുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നടത്തുന്ന ക്രൂരതകളെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു ഭാഗമായിരുന്നു AWBI എന്ന് പറയുന്നത്.
ഇതിൽ മേനകാ ഗാന്ധി തെരുവ് നായകളെ കൂടെ ഉൾപ്പെടുത്തുകയും തെരുവ് നായ്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രത്യേക പരിഗണനയും നിയമ പരിരക്ഷയും ഒക്കെ നൽകുകയും ഒക്കെ ചെയ്ത് ഈ നിയമത്തെ കുറച്ചുകൂടി അങ്ങോട്ട് ശക്തമാക്കി. അതോടുകൂടി സംഭവിച്ചതാണ് നമ്മുടെ നാട്ടിൽ ഈ തെരുവ് നായകളെ പിടികൂടുവാനോ അവയെ കൊല്ലുവാനോ കഴിയാത്ത തരത്തിലുള്ള നിയമ പ്രതിസന്ധി എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിലെ തെരുവ് നായകളെ പിടികൂടുകയോ കൊല്ലുകയോ ചെയ്തു കഴിഞ്ഞാൽ നേരിട്ട് കോടതിയുടെ ഇടപെടലുകൾ തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ സാഹചര്യത്തിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണക്കാരിയും പ്രധാനപ്പെട്ട സ്ഥലവും എന്ന് പറയുന്നത് ശ്രീമതി മേനകാ ഗാന്ധിയും AWBAയിൽ അന്നുണ്ടാക്കി ചേർത്ത കുറേ നിയമവ്യവസ്ഥകളും ഒക്കെയാണ്. എന്തായാലും 2019 നരേന്ദ്രമോദി സർക്കാരിൻ്റെ 2ാം ഭരണം വന്നതോടുകൂടി ശ്രീമതി മേനകാ ഗാന്ധിക്ക് ഈ മന്ത്രിസഭയിൽ അംഗത്വം നഷ്ടപ്പെടുകയും മന്ത്രിസ്ഥാനം ഇല്ലാതാവുകയൊക്കെ ചെയ്തു. അതോടുകൂടി തന്നെ ഈ AWBA എന്ന് പറയുന്ന വിഭാഗത്തെ തിരികെ അനിമൽ ഹസ്ബൻഡറിയിലേക്ക് പുനർലയിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി വേണം ഇതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണുക. 2021 അമേരിക്കയിലെ CDC, അതായത് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ഡിപ്പാർട്ട്മെന്റ് അപകടകരമായ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് നായകളെ ഇറക്കുമതി ചെയ്യുന്നത് നിരോധിച്ചു. ആ ലിസ്റ്റിൽ ഇന്ത്യയെയും അവർ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് കാര്യം. കാരണമെന്ന് പറയുന്നത് പേവിഷബാധയുടെ കാര്യത്തിൽ ഇന്ത്യക്ക് ലോകത്ത് 2ാം സ്ഥാനമാണുള്ളത്. 2007 തന്നെ പേവിഷബാധ പൂർണ്ണമായും തുടച്ചു നീക്കിയ രാജ്യമാണ് അമേരിക്ക. അപ്പോൾ ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് നിന്നും നായകളെ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്താൽ വീണ്ടും അമേരിക്കയിലേക്ക് പേവിഷബാധ കടന്നു കയറാനുള്ള സാഹചര്യമുണ്ട് എന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് അമേരിക്കക്കാര് അവിടേക്ക് ഇന്ത്യയിൽ നിന്നുള്ള നായകളെ ഇറക്കുമതി ചെയ്യേണ്ട എന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നായകളെയൊക്കെ വളർത്തി കച്ചവടം നടത്തി ഇതിൻ്റെ കുഞ്ഞുങ്ങളെ വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് പേര് ഇന്ത്യയിലുണ്ട്. നമ്മുടെ നാട്ടിലുമൊക്കെ നമുക്കറിയാം. നല്ല ഇനം നായകളെ ഇതുപോലെ വളർത്തിയെടുത്ത് അതിൻ്റെ നല്ല ഇനം കുഞ്ഞുങ്ങളെയൊക്കെ വിദേശത്തേക്ക് കയറ്റി അയച്ച് കാശുണ്ടാക്കുന്നവരും കുറവല്ല. അത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഈ നടപടി ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കി എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഗുരുതരമായ രീതിയിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇതിന് പരിഹാര മാർഗങ്ങളൊക്കെ വേണ്ടേ? പലതരം പരിഹാര മാർഗങ്ങളൊക്കെ പല ആൾക്കാർ പലപ്പോഴായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് വന്നിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് തെരുവ് നായകളെയൊക്കെ മുഴുവനായിട്ട് കൊന്നൊടുക്കുക എന്നുള്ളതാണ്. ഇത് ശരിക്കും ഞെട്ടിക്കുന്ന വളരെ ഭീകരമായിട്ടുള്ള ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു പരിപാടി നടത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ്. അത് മാത്രമല്ല, ഇന്ത്യയിലെ മുഴുവൻ തെരുവ് നായകളെയും കൊന്നൊടുക്കുവാനായിട്ട് ഇവിടുത്തെ ഏതെങ്കിലും സർക്കാർ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മൃഗസ്നേഹികളൊക്കെ, പ്രത്യേകിച്ച് നായ സ്നേഹികളൊക്കെ ഒറ്റക്കെട്ടാവുകയും അവർ വേണമെങ്കിൽ ഈ നായകൾക്ക് വേണ്ടി ഇന്ത്യയുടെ തെരുവുകൾ തന്നെ കത്തിക്കുകയൊക്കെ ചെയ്യും. ആ സാഹചര്യത്തിൽ ഇത്തരമൊരു നടപടിയിലേക്ക് നമ്മുടെ സർക്കാരുകൾ കടക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ത്യയിലെ പല ഭാഗത്തും, കേരളം ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും അപകടകരമായ പല സാഹചര്യത്തിലും ഈ നായകളെയൊക്കെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയ ചരിത്രവുമുണ്ട്. കേസുകളും വഴക്കുകളും ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രതിസന്ധി ഉള്ളതെന്ന് പറഞ്ഞാൽ തെരുവ് നായകളെയൊക്കെ ഓരോന്നിനെയായി കണ്ടെത്തി കൊലപ്പെടുത്തുക എന്ന് പറയുന്നതും വളരെ ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ്. ബ്രസീൽ എന്ന രാജ്യം ഇത്തരത്തിലൊരു യജ്ഞം തുടങ്ങി വെച്ചുവെങ്കിലും പകുതിയിൽ വെച്ച് അവസാനിപ്പിച്ച് പരാജയം സമ്മതിച്ച ഒരു ചരിത്രമാണുള്ളത്. ഇനി ഉള്ളൊരു പരിഹാര മാർഗമെന്ന് പറയുന്നത് നായകളുടെ വംശവർദ്ധനവ് തടയുക എന്നുള്ള അതിനെ അടിസ്ഥാനമാക്കി WHO മുന്നോട്ട് വെച്ച കുറേ നിർദ്ദേശങ്ങളാണ്. അതിലവർ പ്രധാനമായിട്ട് പറയുന്നത് ഈ നായകളെയൊക്കെ വന്ധ്യംകരിക്കുക എന്നുള്ളതാണ്. അതുകൂടാതെ മുഴുവൻ നായകളെയും വാക്സിനേഷൻ നടത്തുക എന്നും പറയുന്നുണ്ട്. അതിലുപരി വീടുകളിൽ വളർത്തുന്ന നായകളെയൊന്നും തെരുവുകളിൽ ഉപേക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടായാൽ അത്തരക്കാർക്കെതിരെ ശക്തമായ നടപടി നിർദ്ദേശിക്കുന്ന നിയമനിർമ്മാണം നടത്തണമെന്നും WHO നിർദ്ദേശിച്ചിട്ടുണ്ട്. WHO റാബീസ് വിദഗ്ധർ 2004 തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിൽ 3 പ്രായോഗിക നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടെന്ന് പറയുന്നത് ഈ നായകളെ അവരുടെ സഞ്ചാരപഥത്തിൽ തന്നെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. സഞ്ചാരപഥം നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മേഖലയിലുള്ള തെരുവ് നായകൾ മറ്റൊരു മേഖലയിലേക്ക് കടന്നു പോകാനോ മറ്റ് മേഖലകളിൽ നിന്ന് ഈ മേഖലയിലേക്ക് പുതിയ നായകൾ കടന്നു വരുവാനോ ഉള്ള സാഹചര്യം ഒഴിവാക്കുക, അതിന് ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതാണ്.
അടുത്തതെന്ന് പറയുന്നത് ഇവയുടെ ഹാബിറ്റാറ്റ്, ഇവർക്ക് നിലനിൽക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. നമ്മൾ ഭക്ഷണം കൊടുക്കാതിരുന്നാൽ നമ്മൾ തെരുവിൽ വലിച്ചെറിയുന്ന മാലിന്യങ്ങളിൽ നിന്നോ ഭക്ഷണ അവശിഷ്ടങ്ങളിൽ നിന്നോ ഒക്കെ ഭക്ഷണം കണ്ടെത്തി കഴിച്ച് നിലനിൽക്കാൻ ഇവയ്ക്ക് കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ തെരുവുകളൊക്കെ ശുചിയാക്കി അവിടെയൊക്കെ ഭക്ഷണ അവശിഷ്ടങ്ങൾ ഇല്ലാത്ത രീതിയിലോ മാലിന്യമില്ലാത്ത രീതിയിലോ ഒക്കെ ആക്കി മാറ്റുക. അങ്ങനെ ഈ തെരുവ് നായ്കൾക്ക് പൂർണ്ണമായിട്ടും ഭക്ഷണം കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അടുത്ത നിർദ്ദേശം എന്ന് പറയുന്നത് തെരുവ് നായകളെയും അതോടൊപ്പം തന്നെ വളർത്തു നായകളെയും ഒക്കെ വന്ധ്യംകരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ റീപ്രൊഡക്ഷനെയും കൺട്രോൾ ചെയ്താൽ ഈ പേവിഷബാധയെയും ഈ നായകളുടെ വംശവർദ്ധനവിനെയും ഒക്കെ തടയാം എന്ന് പറയുന്നുണ്ട്. ഈ WHO ഒരു കണക്കനുസരിച്ച് നല്ല ആരോഗ്യമുള്ള നല്ല പ്രത്യുൽപാദന ശേഷിയുള്ള ഒരു പെൺപട്ടിക്ക് 7 വർഷം കൊണ്ട് 70,000 അതിൽ കൂടുതലോ ഒക്കെ കുഞ്ഞുങ്ങളെയൊക്കെ ജനിപ്പിക്കാനുള്ള ശേഷിയുണ്ട് എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ തെരുവ് നായ്ക്കളെ വന്ധ്യംകരിക്കുന്നതും നമ്മൾ വീടുകളിൽ വളർത്തുന്ന നായകളെ വന്ധ്യംകരിക്കുന്നതും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയായിരിക്കും. കാര്യം ഈ നായകളെയൊക്കെ വന്ധ്യംകരിക്കുക എന്ന് പറയുന്നത് ഇത്തിരി ചിലവുള്ള പരിപാടിയാണ്. വീട്ടിൽ വളർത്തുന്ന നായകളെയൊക്കെ നമ്മൾ വന്ധ്യംകരിക്കാൻ ഒരു മൃഗഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുചെന്നാൽ ഏറ്റവും കുറഞ്ഞത് 5000 രൂപയ്ക്ക് മുകളിൽ ചിലവ് വരുന്ന ഒരു ഓപ്പറേഷൻ പരിപാടിയാണത്. ഈ നായകളെയൊക്കെ വളർത്തി കുഞ്ഞുങ്ങളെ വിറ്റ് ധനസമ്പാദനം നടത്തുന്ന ആൾക്കാർ ഒരിക്കലും ഈ വന്ധ്യംകരണ പരിപാടിക്ക് നിൽക്കില്ല. അതിലുപരി 5000 രൂപയോ അതിൽ കൂടുതലോ ഒക്കെ കാശ് മുടക്കി വളർത്തു നായ്ക്കളൊക്കെ വന്ധ്യംകരിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആൾക്കാരായിരിക്കും കൂടുതലും. സാമ്പത്തിക ശേഷി ഉള്ളവർ തന്നെ ഈ പരിപാടിക്ക് നിൽക്കില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. പിന്നെ ചെയ്യാവുന്നത് സർക്കാർ ചെലവിൽ വന്ധ്യംകരണ പ്രക്രിയ നടത്തുക എന്നുള്ളതാണ്. കേരളം പോലുള്ള സംസ്ഥാനം വ്യാപകമായിട്ട് തെരുവ് നായ്ക്കളെയൊക്കെ വന്ധ്യംകരിക്കുന്ന പരിപാടിയൊക്കെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇത് വിജയകരമായിട്ട് നടത്താൻ കഴിയുന്ന സാഹചര്യമല്ല ഉള്ളത്. നമ്മൾ തെരുവ് നായകളെയൊക്കെ വന്ധ്യംകരിക്കുന്ന കാര്യം പറയുകയും അതിന് ശ്രമങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നുണ്ടെങ്കിലും വളർത്തു നായകളിലേക്ക് സർക്കാരിൻ്റെ കൈ നീണ്ടാൽ അപ്പോൾ കൂടുതൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ നായ വളർത്തുന്നവരുടെ അടുത്ത് നിന്ന് നേരിടേണ്ടി വരുമോ എന്നൊരു ഭയം കൂടി സർക്കാരിനുണ്ട് എന്നാണ് തോന്നുന്നത്. പിന്നെ പ്രധാനമായി ചെയ്യാൻ കഴിയുന്നൊരു കാര്യം ഈ തെരുവ് നായകളെ ഏറ്റെടുത്ത് വീടുകളിൽ വളർത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം ഇന്ത്യക്കാരെല്ലാവരും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ മനുഷ്യൻ നമുക്കുണ്ട്, രത്തൻ ടാറ്റ. അദ്ദേഹം തെരുവുകളിൽ നിന്ന് ഏറ്റെടുത്ത് സ്വന്തം വീട്ടിൽ വളർത്തുന്ന കുറേ നായകളുടെ കഥയും വാർത്തകളും ഒക്കെ നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. നമ്മളിൽ ഉൾപ്പെട്ട പലരും തന്നെ ഈ വാർത്തകളൊക്കെ ധാരാളമായി ഷെയർ ചെയ്യുകയും രത്തൻ ടാറ്റയ്ക്ക് വേണ്ടി കൈയടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതേ നമ്മളിൽ എത്ര പേർ ഇത്തരത്തിൽ തെരുവ് നായകളെ ഏറ്റെടുത്ത് നമ്മുടെ വീടുകളിലേക്ക് കൊണ്ടുവന്ന് വളർത്താൻ ശ്രമിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അത്തരത്തിലെ ആൾക്കാർ തയ്യാറായി കഴിഞ്ഞാൽ ഈ തെരുവിലെ നായകളുടെ എണ്ണം കുറയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നുള്ളതാണ്. ഈ വന്ധ്യംകരിക്കുകയും വാക്സിനേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് തെരുവ് നായകളുടെ വർധനം തടയുവാനും റാബീസിൻ്റെ അതിപ്രസരം തടയുവാനും ഒക്കെ കഴിയുമെന്നുള്ളത് വസ്തുത തന്നെയാണ്. ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി സമ്പൂർണ്ണമായിട്ട് വിജയം നേടിയിട്ടുള്ള ഏതെങ്കിലും രാജ്യം ലോകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു രാജ്യമുണ്ട്. നെതർലാൻഡ് എന്നാണ് ആ രാജ്യത്തിൻ്റെ പേര്. 2020 ഈ തരത്തിൽ തെരുവ് നായകളില്ലാത്ത ആദ്യത്തെ രാജ്യമായി മാറിയ സ്ഥലമാണ് നെതർലാൻഡ് എന്ന് പറയുന്നത്. അവർ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ തെരുവിലുള്ള മുഴുവൻ നായ്കളെയും സർക്കാർ തന്നെ പിടികൂടി അവരുടെ ഷെൽട്ടറുകളിലേക്ക് കൊണ്ടുവരികയും അവയെ വന്ധ്യംകരിക്കുകയും അവയെ വാക്സിനേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു. ഇത് കൂടാതെ അവിടെ മുന്തിയ ഇനം നായകളെ വിൽക്കുന്ന പെറ്റ് ഷോപ്പുകൾക്ക് അധികമായിട്ട് നികുതികൾ ചുമത്തുകയും അവിടെ നിന്ന് ഈ നായയുടെ കുട്ടികളെയോ നായകളെയോ ഒക്കെ വാങ്ങുന്നവർക്ക് ആ നായകളുടെ മുകളിൽ അധിക നികുതി ചുമത്തുകയും ഒക്കെ ചെയ്തു. അത് മാത്രമല്ല, ഈ ഷെൽട്ടറുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന നായകൾക്ക് സൗജന്യങ്ങൾ അനുവദിച്ചു കൊടുക്കുകയും സർക്കാർ ചെയ്തു. അതോടുകൂടി നാട്ടിലെ കൂടുതൽ ആൾക്കാർ ഈ തെരുവ് നായകളെ ഏറ്റെടുക്കുവാനായിട്ട് മുന്നോട്ട് വരികയും ഈ വാക്സിനേറ്റ് ചെയ്ത സ്റ്റെറിലൈറ്റ് ചെയ്ത അതായത് വന്ധ്യംകരിച്ച നായകളെ കൂടുതലായിട്ട് ആ രാജ്യത്ത് വളർത്താൻ തുടങ്ങുകയും ചെയ്തു. ക്രമേണ രാജ്യം സമ്പൂർണ്ണമായിട്ട് തെരുവ് നായകളില്ലാത്ത ഒരു രാജ്യമായി മാറി എന്നുള്ളതാണ് സത്യം. ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തും നടപ്പിൽ വരുത്താൻ കഴിയുന്ന കാര്യമാണ്. നമുക്കിവിടെ ഏതിനും എന്തിനുമൊക്കെ അമിത നികുതി ഈടാക്കി വരുമാനം ഉണ്ടാക്കുന്നവരാണ് നമ്മുടെ സർക്കാരുകളൊക്കെ തന്നെ.
മദ്യം തൊട്ട് സകല കാര്യങ്ങൾക്കും 500ഉം 1000ഉം ഇരട്ടിയും ഒക്കെ നികുതി വർദ്ധിപ്പിച്ച് ജനങ്ങളെ കൊള്ളയടിക്കാൻ സർക്കാരിന് അറിയുകയും ചെയ്യാം. തെരുവ് നായ പോലുള്ള ഒരു വലിയ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതിന് ഒരു വരുമാന മാർഗം കൂടെ ആക്കി മാറ്റാനുള്ള ഒരു സാഹചര്യത്തെ സർക്കാർ വളരെ കാര്യക്ഷമമായിട്ടൊന്ന് ആലോചിച്ച് നോക്കണം. ആ വഴിക്ക് നീങ്ങിയാൽ കുറെ കാശും പോക്കറ്റിലിരിക്കും, തെരുവ് നായകളുടെ ശല്യം കുറയുകയും ചെയ്യും. നായകളെ സ്നേഹിച്ച് പരിചരിച്ച് ഒപ്പം കൂട്ടുന്നവർക്ക് അവരെ പെട്ടെന്നൊന്നും ഉപേക്ഷിക്കാൻ കഴിയില്ല. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, വളർത്തി വലുതാക്കി സ്വത്തും പൊന്നും പണവും ഒക്കെ തരുന്ന സ്വന്തം മാതാപിതാക്കൾ വൃദ്ധരായാൽ അവരെ കൊണ്ടുപോയി വൃദ്ധസദനങ്ങളിൽ തള്ളാൻ മടിയില്ലാത്ത ഒരുപാട് പേർ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. അവർക്കൊക്കെ ചിലപ്പോൾ അനായാസം ഈ നായകളെ കൊണ്ടുവന്ന് തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ് കളയാൻ കഴിഞ്ഞുവെന്ന് വരും. അങ്ങനെയുള്ളവരാകാം ഇത്തരത്തിൽ തെരുവിലേക്ക് നായകളെ വലിച്ചെറിഞ്ഞ് കളയുന്നതിൽ ഭൂരിഭാഗം ആൾക്കാർ. നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, നായോളം നന്ദിയുള്ള ഒരു ജീവിയും ഭൂമിയിലില്ല.